ഈ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചേക്കാളും നേരത്തെ ആയോ? ഇത് നേരത്തെ തന്നെ ആണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടി, ഇനിയിപ്പോൾ 26 ദിവസം കാത്തിരുന്നാൽ മതിയല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിനാണുള്ളത്. ഒരു ഭരണമാറ്റത്തിന് 26 ദിവസം കാത്തിരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളൊക്കെ തന്നെ വലിയൊരു സമാധാനത്തിനാണുള്ളത്. എല്ലാവരും ഇനി വിശ്രമിക്കാൻ സമയമില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുമായിട്ട് വളരെ സജീവമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ UDF സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ സജ്ജമായിട്ടുണ്ട്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് തൊട്ട് തന്നെ തുടങ്ങി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അന്ന് ഞങ്ങൾ പറഞ്ഞു ഫൈനലിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണെന്ന്. അപ്പോൾ ആ ഫൈനലാണിപ്പോൾ 9-ാം തീയതി, ഏപ്രിൽ 9-ാം തീയതി നടക്കാൻ പോകുന്നത്. അത് ഒരു വലിയ മാറ്റത്തിന് വഴിമരുന്നിടും. UDF സജ്ജമാണ്, മുസ്ലിം ലീഗും അതിലേറെ സജ്ജമാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വൈകാതെ തന്നെ ഉണ്ടാവും. ബാക്കി തെരഞ്ഞെടുപ്പിലെ എല്ലാ കാര്യങ്ങളിലും എല്ലാം ഞങ്ങൾ വളരെ സജീവമായിട്ട് നടത്തിയിട്ടുണ്ട്. അല്ല, തങ്ങൾ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ തീയതിയെ സംബന്ധിച്ചുള്ള റിയാക്ഷൻ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ദുർഭരണം അവസാനിക്കാൻ ഇനി 26 ദിവസം കാത്തിരുന്നാൽ മതി. അതാണ് ജനങ്ങളുടെ ഒരു സമാധാനം എന്ന് തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് അത് ഷോർട്ടായത് എപ്പോഴും നല്ലതാണല്ലോ. ഒരു ഭരണമാറ്റത്തിന് 26 ദിവസം കാത്തിരുന്നാൽ മതി. റിസൾട്ട് അറിയാൻ 1 മാസം കാത്തിരുന്നാലും വിധി നിർണ്ണയിക്കാൻ ഈ ദിവസമേ വേണ്ടതുള്ളൂ. അപ്പോൾ UDF സജ്ജമാണ്. ആരും പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല മുഴുവനായിട്ട്. എല്ലാവരുടെ പ്രോസസ്സും പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലീഗിനെ സംബന്ധിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ഞങ്ങൾ സജ്ജാണ്. UDF കോൺഗ്രസ് മറ്റു പാർട്ടികളിലും ചെറിയ പ്രോസസ്സൊക്കെ ബാക്കിയുണ്ട്. അവരത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡൽഹിയിൽ ഉടനെ തന്നെ തീരുമാനമാവും. തീയതി ഇന്നറിഞ്ഞല്ലേ ഉള്ളൂ. ഇനി ഫാസ്റ്റാവും. ഈ കോൺഗ്രസുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ലീഗിൻ്റെത് ഏറെക്കുറെ പൂർത്തിയായി. ഇന്നിപ്പോൾ നാളെ ഇനിയിപ്പോൾ ഇന്ന് നടന്ന ചർച്ച ഇന്ന് ഉച്ചക്കല്ലേ ഇപ്പോൾ ചർച്ച അവസാനിച്ചു. ഇപ്പോൾ വന്നേ ഉള്ളൂ. ഞങ്ങൾ അത് തങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത് ഞങ്ങളൊന്ന് വിലയിരുത്തി നാളെ പറയാം. കൃത്യമായിട്ട് നാളെ പറയാം. നാളെ ഞങ്ങളൊരു കൂടിയാലോചന ഒന്നുകൂടി നടത്തുന്നുണ്ട്. പാർട്ടി തലത്തിൽ കൂടിയാലോചന നാളെ ഒന്നുകൂടി നടത്തും. അതിനുശേഷം വൈകാതെ തന്നെ പ്രഖ്യാപനം ഉണ്ടാവും. നാളെ കഴിഞ്ഞുണ്ടാവുള്ളൂ. നാളെ സീറ്റുകളെ സംബന്ധിച്ച് UDF ചർച്ചകളൊക്കെ വിലയിരുത്തി തങ്ങൾ നേതാക്കന്മാരൊക്കെ ആയിട്ടുള്ള കൂടിയാലോചനകളൊക്കെ കഴിഞ്ഞ് നാളെ എപ്പോഴാന്നുള്ളത് നാളെ നിങ്ങൾ അറിയിക്കാം. അല്ല, അങ്ങനെ ഇപ്പോൾ ഇന്ന് പറയാൻ ഓതറൈസ് ചെയ്തിട്ടില്ലല്ലോ. ഇനി നമ്മൾ അതാ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. നാളെ കൂടിയാലോചന കഴിഞ്ഞ് പറയാമെന്ന് പറയുമ്പോൾ അതിൽ കാത്തിരുന്നാൽ മതി. അതിന് ശേഷം ജില്ലാ ലീഗ് ഓഫീസിലായി. മലപ്പുറം ജില്ലാ ലീഗ് ഓഫീസ്. നിങ്ങൾക്ക് സൗകര്യമാണല്ലോ അവിടെ. ആദ്യം നിങ്ങൾക്ക് പറയാം. പ്രഖ്യാപനം പറയാനായില്ല അല്ലേ? മീറ്റിംഗ് കഴിഞ്ഞിട്ട് എപ്പോഴാന്ന് പറയാം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പിന്നീട് എന്ന് പറഞ്ഞിരിക്കുകയാണ് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും. എന്തായാലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രതീക്ഷിച്ചതിലും നേരത്തെ കേരളം വോട്ടെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇനി കൃത്യം 24 ദിവസം മാത്രമേയുള്ളൂ. വോട്ടെടുപ്പ് ഏപ്രിൽ 9-നാണ്. ഒറ്റഘട്ടമായി കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നു. വോട്ടെണ്ണൽ മെയ് 4-നാണ്. പത്രികാ സമർപ്പണത്തിന്റെ തീയതി മാർച്ച് 23 വരെയാണ്. സൂക്ഷ്മ പരിശോധന മാർച്ച് 24-നാണ്. പിൻവലിക്കൽ മാർച്ച് 26 വരെ പത്രിക പിൻവലിക്കാനുള്ള സമയം. ഇനിയിപ്പോൾ അരയും തലയും മുറുക്കി കളത്തിലിറങ്ങാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതാ വിജ്ഞാപനം വന്നു കഴിഞ്ഞ്, പ്രഖ്യാപനം വന്നു കഴിഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. CPI 25 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. CPI എന്നതുകൂടി പറയാം. ഓരോയിടത്തെയും സ്ഥാനാർത്ഥികളെ നോക്കിക്കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ തുടങ്ങി. നാദാപുരം P വസന്ത, മേറനാട് അഡ്വക്കേറ്റ് ഷഫീർ കിൽശ്ശേരിയാണ്. മഞ്ചേരിയിൽ VM മുസ്തഫ, തിരൂരങ്ങാടിയിൽ അജിത് കൊളാടി തുടങ്ങി 25 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് CPI എത്തിയിരിക്കുന്നു. അധികം വൈകാതെ തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥികളെയും അറിയാം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അധികം വൈകാതെ തന്നെ മാധ്യമങ്ങളെ കാണുന്നതായിരിക്കും. CPM സ്ഥാനാർത്ഥികളെയും ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഇനിയിപ്പോൾ ചർച്ചയും തർക്കവും നടക്കുന്നത് UDF-ലാണ്. അവിടെ ഇപ്പോഴും ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. പല സീറ്റുകളിലും
എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. തിരക്കിട്ട ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി വളരെ നേരത്തെ വോട്ടെടുപ്പ് കേരളത്തിലേക്ക് എത്തുന്നത് എന്നതാണ് ഏറ്റവും സവിശേഷകരമായ സാഹചര്യം. ഏപ്രിൽ 9 കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ്.